ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ പത്രമാറ്റില് അനാമികയുടെ നാവിന്റെ തുമ്പത്തെ ഒരൊറ്റ വാക്കിന് പിഴ ദേവയാനിക്ക് അനാമിക ആരാണെന്ന് ശരിക്കും മനസ്സിലാവുകയാണ്. ദയയില്ലാത്ത അനാമികയുടെ പലപ്പോഴുള്ള സംസാരം ദേവയാനിയെ ഷോക്കാക്കിയ പല ഭാഗങ്ങൾ അന്നേരം കാണിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ അനാമിക പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ രേവതിയെ അനാമികയും കാണിക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, ഈ വീട്ടിലെ മോളുടെ നിലനിൽപ്പ് എനിക്ക് മോളുടെ അച്ഛനും ഒരുപോലെ അത്യാവശ്യം. അതെ അമ്മേ, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? നമ്മൾ അവൾമാർക്ക് കൊടുക്കുന്നൊക്കെ നമുക്കല്ലേ തിരിച്ചടിയായി കിട്ടുന്നത്. അങ്ങനെ എപ്പോഴും തിരിച്ചടി വാങ്ങിച്ചാൽ മതിയോ മോളെ? അമ്മ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? നമ്മൾ ഒരു ജീവനെ നശിപ്പിക്കാൻ പോകുന്നു. ജീവനെ നശിപ്പിക്കാനോ? അയ്യോ അമ്മ, ഇത് എന്തൊക്കെയാ പറയുന്നേ? എന്റെ മോളെ, നിന്നെ ഇപ്പൊ തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇനി അതിന്റെ പുറമെ നമ്മൾ എന്തെങ്കിലും കള്ളക്കളി ഇവിടെ ആരെങ്കിലും അറിഞ്ഞാലോ? പിന്നെ നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണം അമ്മേ. അവർക്ക് അങ്ങനെയൊന്നും എന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് മോളെ. അതൊക്കെ അപ്പ കിട്ടിയാ തീർന്നു. ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയ മോൾക്ക് പിന്നെ ഭാഗ്യമല്ലേ, രാജ്ഞിയെ പോലെ ഇവിടെ വാഴാം. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്തും വെട്ടിമാറ്റുക തന്നെ ചെയ്യാം. അതിനാ മോളെ ഞാൻ പറഞ്ഞത്, നമുക്കൊരു ക്രൂരത ചെയ്യേണ്ടി വരും എന്നുള്ളത്. അമ്മേ, കളിച്ച് ഒരാളെ ജീവൻ എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ മോളെ, ഇതല്ലെങ്കിൽ പിന്നെ നീ ഒരു അമ്മയാവണം. അതെത്രയും പെട്ടെന്ന് നടക്കുവാണെങ്കിൽ പിന്നെ അതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് ഈ ജന്മത്തിൽ നടക്കുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പിന്നെ ഇത് തന്നെ മാർഗം. അമ്മ ആരെ കൊല്ലുന്ന കാര്യം ഈ പറയുന്നത്? ഷെടാ, ആരെയും കൊല്ലുന്ന കാര്യമല്ല പറഞ്ഞത്. ഒരുത്തിയുടെ വയറ്റിലൊരു ജീവൻ വളരുന്നുണ്ടല്ലോ, ദേ അത് നമുക്ക് ഇല്ലാതാക്കണം. ഇത് കൊള്ളാമേ. അവൾമാർക്ക് എങ്ങനെയെങ്കിലും തിരിച്ചടി കൊടുക്കണം. അല്ല, അതിന് നമ്മൾ എന്താ ചെയ്യാമേ? അതിന് ചെയ്യാനാണോ ഇത്ര വലിയ ബുദ്ധിമുട്ട്? ദേ ഇങ്ങോട്ട് വന്നേ. അവളുടെ കുഞ്ഞിനോട് താല്പര്യമില്ലാത്ത കുറെ ആളുകൾ ഈ വീട്ടിലുണ്ട്. അവരെ കൂട്ടുപിടിച്ച് വേണം നമ്മൾ ഈ കൃത്യം ചെയ്യാൻ. ആരൊക്കെയാമേ? ഒന്നാമത് അവളുടെ അമ്മായി അമ്മ, പിന്നെ ആ ദേവയാനിയും ജാനകിയും ഒക്കെ ഇതിന് കൂട്ടുനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മേ, വല്യമ്മയ്ക്കൊന്നും അവളെ കണ്ണെടുത്താ കണ്ടുടാ. അതുകൊണ്ട് മിക്കവാറും വല്യമ്മ ഇതിന് കൂട്ടുനിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാ പിന്നെ മറ്റാരെയും നോക്കണ്ട, ദേവയാനയെ തന്നെ കൂട്ടുപിടിക്കാം. മോളെ, ഇനി ഇവിടെ നിന്ന് ഒട്ടും വൈകിക്കട്ട. നേരെ ദേവയാനെ എടുത്ത് പോയിട്ട് കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞ് മയപ്പെടുത്ത് മോളെ. പിന്നെ കൈവിട്ട് പോകുന്നു കണ്ട അതങ്ങ് അവസാനിപ്പിച്ചേക്കണേ. എന്റെ അമ്മേ, ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് നല്ലതിനാണെങ്കിൽ അവരത് വിശ്വസിക്കും, എന്റെ കൂടെ നിൽക്കുകയും ചെയ്യും. ഞാൻ ഈ പ്ലാൻ സക്സസ് ആക്കിയിട്ട് ഇനി അമ്മയുടെ മുന്നിലേക്ക് വരൂ, നോക്കിക്കോ. ഇതും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോവാണ് കേട്ടോ. രേവതി ആണെന്നുണ്ടെങ്കിൽ മോളുടെ ആ പോക്ക് കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ ആർമാദിച്ച് നോക്കി നിൽക്കുകയാണ്. ഇനി കാണിക്കുന്നത് ദേവയാനെയാണ്. ദേവയാനി മുറിയിൽ ഷർട്ടൊക്കെ മടക്കി വെക്കുക കേട്ടോ. വല്യമ്മേ. അനാമിക മോളോ, വാ മോളെ. മോൾ എന്തിനാ ഡോറിന്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ അനുവാദം ചോദിക്കുന്നത്? എന്നാലും ഒരാളുടെ മുറിയിലേക്ക് കടന്നു വരുമ്പോ അങ്ങനെയുള്ള ചില മര്യാദകളൊക്കെ ഉണ്ടല്ലോ വല്യമ്മേ. അതെ, എന്നാലും വല്യമ്മയുടെ മുറിയിലോട്ട് വരാൻ മോൾക്ക് അനുവാദം ഒന്നും ചോദിക്കണ്ട കേട്ടോ. എന്തായാലും മോൾ ഇവിടെ ഇരിക്കേ. മോള് വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ഇതിനു മുമ്പേ എന്റെ മരുമകൾക്കായിട്ട് ഞാൻ കുറച്ച് സാരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു 2 എണ്ണം ഞാൻ നല്ലത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ മോളെ, എങ്ങനെയുണ്ട് നോക്ക്. അപ്പൊ അനാമിക പറയുന്നത്, ഇതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ വല്യമ്മേ? ഇപ്പോഴത്തെ പിള്ളേര് ഇങ്ങനത്തൊക്കെ എടുക്കുവോ? ഞാൻ എന്റെ സങ്കല്പത്തിലുള്ളതാ മോളെ വാങ്ങിയത്. മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. അയ്യോ, എനിക്ക് എന്റെ വല്യമ്മ തന്നതല്ലേ, ഞാൻ അത് ഒരിക്കലും വേണ്ടാന്ന് പറയില്ല. വല്യമ്മേ, എനിക്ക് അടുത്തൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, എന്റെ ഒരു കൂട്ടുകാരിയുടേത്. എന്തായാലും ഞാൻ ഈ ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്യും. ഞാൻ തന്നെന്ന് കരുതിയിട്ട് ഇത് തന്നെ ഇടണമെന്നില്ല കേട്ടോ. ഏയ്, അങ്ങനെയൊന്നുമല്ല, എനിക്ക് ഇതിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നി. പിന്നെ വല്യമ്മേ. എന്താ മോളെ? അത് എനിക്ക് എന്താ മോക്കെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് വല്യമ്മേ. എന്താ മോൾ? എന്തുണ്ടെങ്കിലും പറഞ്ഞോ. വല്യമ്മയുടെ മാത്രമായിട്ട് പറയാനുള്ളതാണോ? അതെ വല്യമ്മേ, വല്യമ്മയുടെ അടുത്ത് മാത്രമായിട്ട് പറയാനുള്ളതാ. എന്നാ പിന്നെ മോള് പറ. വല്യമ്മേ, കുറച്ച് ദിവസമായിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് ഞാൻ ശ്വാസം മുട്ടുവാ. ആ നയനയുടെയും അവളുടെ ചേച്ചിയുടെയും കുത്തുവാക്കുകൾ കേൾക്കാൻ എനിക്കിനി പറ്റില്ല. മോളെ, ആ നയനയോടും നവ്യയോടും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്റെ മോൾക്ക് അവരേക്കാൾ പക്വതയുണ്ട്. അതുകൊണ്ട് മോൾ അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചാൽ മതി. വേണമെങ്കിൽ അമ്മയും വല്യമ്മയും പോയിട്ട് അവളോട് സംസാരിക്കാം. അതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല വല്യമ്മേ. പിന്നെ എന്താ മോളെ വേണ്ടത്? മോൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വല്യമ്മേ, ഇന്നലെ ഉണ്ടായ സംഭവം എന്നെ ഒരുപാട് ഷോക്കാക്കിയത്. എന്നെ വല്ലാണ്ടങ്ങ് തളർത്തി. ആ നവ്യ എന്നെ ഒരുപാട് കളിയാക്കി. എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ ഇനിയുള്ള കാലം ഭാഗ്യം ഉണ്ടാവില്ലെന്ന് അവൾ പറഞ്ഞു വല്യമ്മേ. എന്ത്? അവൾ അങ്ങനെ പറഞ്ഞോ? അതെ വല്യമ്മേ, അവൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം എനിക്ക് അവളുടെ കുഞ്ഞിനോട് പോലും വെറുപ്പാ. ആ പാവം കുഞ്ഞെന്ത് പഴിച്ചു നമ്മൾ അതിന് വെറുക്കുന്നതിൽ. പക്ഷേ ആ കുഞ്ഞിന് അനന്തപുരിയിൽ ജീവിക്കാൻ ഒരു അർഹതയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ വാക്ക് തന്നെ ദേവ്യാനിയെ വല്ലാണ്ടങ്ങ് ഷോക്കാക്കുകയാണ് കേട്ടോ. ദേവ്യാനി ഞെട്ടിത്തിരിച്ച് അനാമികയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അയ്യോ വല്യമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് പറ്റിയില്ലേ, ഈശ്വര, ഇനിയിപ്പൊ എന്താ ചെയ്യാ? വല്യമ്മേ. എന്താ മോളെ? വല്യമ്മ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? കേട്ടു. അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് നഷ്ടപ്പെട്ട അവളുടെ അഹങ്കാരവും നിൽക്കും.
മോളെ, അങ്ങനെയൊന്നും ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതൊക്കെ ഒരു പാവം കുഞ്ഞിനോടാ ചെയ്യുന്നത്. വല്യമ്മേ, ഞാൻ പറയേണ്ടത് പറഞ്ഞു. എന്റെ ഈ വീട്ടിലെ നിലനിൽപ്പ് അത്ര ശാശ്വതമല്ലെന്ന് എനിക്ക് തോന്നിയത്. വല്യമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ ഞാൻ ഇവിടെ നിൽക്കണമെന്നല്ല ആഗ്രഹം. എന്തായാലും എനിക്ക് എന്നോട് വലിയ താല്പര്യമില്ല എന്നുള്ളതാ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ മുറിയിൽ പോലും രണ്ടാ. അതൊക്കെ ഒന്ന് ശരിയാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ വല്യമ്മേ, എനിക്ക് ഈ ജീവിതം വേണ്ടാന്ന് വെക്കേണ്ടി വരും. അയ്യോ മോളെ, ഞാൻ പറയേണ്ടത് പറഞ്ഞു വല്യമ്മേ. ഇതും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. ഈശ്വര, ഇനി എന്തൊക്കെയാണോ ഉണ്ടാവുക. ഈ തള്ളയ്ക്ക് ഞാൻ പറഞ്ഞ വല്ലതും തലക്കകത്തേക്ക് കയറിയാൽ മതിയായിരുന്നു. അത് കേട്ടപ്പോൾ മുതൽ ദേവ്യാനി ആകെ ഷോക്കായി നിൽക്കുക കേട്ടോ. കുറേ നേരമായിട്ട് ദേവ്യാനി അതേക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജയ മുറിയിലോട്ട് വരുന്നതാണ് കേട്ടോ. ആ ദേവ്യാനി, താൻ നാളെ ഇടാനുള്ള ഷർട്ട് അയൺ ചെയ്ത് വെച്ചിരുന്നു. എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും ദേവ്യാനി ഒന്നും മിണ്ടാതെ എങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അത് കണ്ടപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, ഹാ ദേവ്യാനി? ആ ആ ജേട്ടാ, ജേട്ടൻ എന്തെപ്പോ വന്നു? ഞാനിതേ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ മുറിയിലേക്ക് കടന്നത് പോലും താൻ അറിഞ്ഞില്ലേ? ഇല്ല. ആ, നിന്നെ ശരിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ സമയമായിട്ടുണ്ട്. ജേട്ടനിപ്പോൾ എന്താ പറഞ്ഞേ? എൻ്റെ അയൺ ചെയ്യാനുള്ള ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ചോന്ന്. അത് എടുത്തോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ആ, പിന്നെ ഇത് എന്തു പറ്റി? ഏയ് ജേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്ക്. ജേട്ടാ, ഒരാൾക്കൊരാളെ കൊല്ലാനൊക്കെ ഉള്ള ധൈര്യം തോന്നുന്നത് എപ്പോഴാ? ബെസ്റ്റ് ചോദ്യം. അയാൾ ഒരു ക്രിമിനൽ സൈക്കോ ആകുമ്പോൾ. അയാൾ അത്രയും തരം താഴ്ത്തി പരിഹസിച്ചിട്ടാണെങ്കിലോ? എങ്ങനെയായാലും ഒരാളെ കൊല്ലാനൊക്കെയുള്ള മൈൻഡ് തോന്നുന്നത് ക്രിമിനൽ ബുദ്ധിയാ. ആ മറുപടി കൊടുത്തപ്പോൾ തന്നെ ഒരു നിമിഷം ജയൻ ഒന്ന് പതറി പോവാൻ കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ദേവ്യാനി, താനെന്തിനാ ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ ഈ ഫോണിൽ. താൻ വല്ല സിനിമയും കണ്ടോ? ആ അതെ. എനിക്ക് തോന്നി. ദേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ശരി ചേട്ടാ. അതേസമയം തന്നെ ദേവ്യാനിയുടെ ഫോൺ ഇറങ്ങി ചെയ്യുന്നിട്ടോ. അതായത് ദേവ്യാനിയുടെ അമ്മയാണ് വിളിക്കുന്നത്. ഹലോ അമ്മേ. എന്തു പറ്റി ദേവ്യാനി? ഞാൻ കുറെ സമയമായാലും നിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അത് അമ്മേ, ഫോണിന്റെ അടുത്ത് ഇല്ലായിരുന്നു. എന്താ നിന്റെ സംസാരം ആകെ ഒരു പതറിച്ച പോലെ? ഏയ് ഒന്നുമില്ല അമ്മേ. എന്തോ ഉണ്ട്. ദേവ്യാനി, അമ്മയോട് തുറന്നു പറ, എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ. എന്റെ കൊച്ചുമകന്റെ ഭാര്യ നിനക്ക് പറ്റാത്ത വല്ലതും പറഞ്ഞോ? ഏയ് നയനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ. ദേ, അവള് കാരണമാണ് ഇപ്പൊ എന്റെ മോൾക്ക് അവിടെ ജീവിക്കാൻ പോലും പറ്റാതായി വരുന്നത്. അവള് കാരണം എന്റെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ ഇപ്പൊ അവിടെ എത്തും. നയന കാരണം എനിക്കൊരു ബുദ്ധിമുട്ടില്ല അമ്മേ. പിന്നെ ആരാ? ഇപ്പൊ വന്നവളാണോ? എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ മോൾക്ക് അവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്, അതെനിക്കറിയണം. കുറെ നാളായില്ല അനന്തപുരിയിലോട്ട് വന്നിട്ട്. ഞാൻ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് വരുവാ. അയ്യോ അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അത് ശരി, അവിടെയുള്ള മരുമക്കളുടെ എല്ലാ അമ്മമാരും അങ്ങോട്ട് വരാറുണ്ടല്ലോ. പിന്നെ എനിക്കെന്താ വന്നാ? അതല്ല അമ്മേ, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് വന്നിരിക്കും. ഇതും പറഞ്ഞ് ദേവ്യാനിയുടെ അമ്മ ഫോൺ വെക്കാട്ടോ. ഇനി ദേവ്യാനിയുടെ അമ്മ വന്നിട്ട് കിടിലൻ എപ്പിസോഡുകളാണ് കേട്ടോ. അനാമികയെ ദേവ്യാനിയുടെ അമ്മ നല്ല നിലയ്ക്ക് നിർത്തുന്നുണ്ട് കേട്ടോ. അടിപൊളി എപ്പിസോഡാണ്. ഈ ദേവ്യാനിയുടെ അമ്മ ഓരോരുത്തരുടെയും സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. നയന എങ്ങനെയാണെന്നുള്ളതൊക്കെ ദേവ്യാനിയുടെ അമ്മയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയാണ്. ഓക്കെ, അങ്ങനെ അമ്മ ഫോൺ വെച്ചതിന് ശേഷം ദേവ്യാനി സ്വയം തന്നെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ദേവ്യാനിയുടെ മറ്റൊരു രൂപം ദേവ്യാനിയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാട്ടോ. എന്നിട്ട് ദേവ്യാനിയോട് പറയുന്നുണ്ട്, ദേവ്യാനി, ഇപ്പോഴും നീ എന്താലോചിച്ചിരിക്കുക? നീ വാനോളം പുകഴ്ത്തി തലയിൽ വെച്ച് നിന്റെ മരുമകളാ ഒരു ജീവൻ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നത്. നീ അതങ്ങ് സമ്മതിച്ചു കൊടുക്കോ? ഏയ് ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ ഒരു കുഞ്ഞിനെ കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ശരിയാ, നിന്നെ കൊണ്ട് പറ്റില്ല, കാരണം നീ ഒരു പാവാ. എന്നാലും നിനക്ക് പറ്റിയ ഒരേ ഒരു തെറ്റ് നിന്റെ മരുമകളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാ. നീയൊക്കെ ആരാധിച്ചും വിശ്വസിച്ചും സ്നേഹിച്ചോണ്ടിരുന്ന അച്ഛൻ പോലും പറയുന്നത് നിന്റെ മരുമകള് ആ വീടിന്റെ വിളക്കാന്നാ. എന്നിട്ട് നിനക്കത് മനസ്സിലാവുന്നില്ലല്ലോ ദേവ്യാനി. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. അതാണ് നിന്റെ തെറ്റ്. നീ നിന്റെ മരുമകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇനി മുതൽ നീ അവൾ ആരാണെന്ന് മനസ്സിലാക്ക്. അവള് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം കണ്ടു നോക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിനക്ക് ഭാഗ്യമല്ലേ? ആ നവ്യയെ പോലെ ഒരു മരുമകളല്ലല്ലോ നിനക്ക് കിട്ടിയത്. ആ നയനയ്ക്ക് പകരം നവ്യ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഒരു കണക്കിന് പറഞ്ഞാൽ നീ ഒരു ഭാഗ്യവതിയല്ലേ? നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഇതും പറഞ്ഞ് ആ രൂപ അവിടുന്ന് അപ്രത്യക്ഷപ്പെടാട്ടോ. അത് പോയപ്പോൾ തന്നെ ദേവേനയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെ കടന്നു വരികയാണ് കേട്ടോ. അപ്പൊ ദേവേന ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഞാൻ ഒരുപാട് അനാമികയെ സ്നേഹിക്കുന്നു. പക്ഷേ എനിക്ക് തെറ്റുപറ്റിയോ? എവിടെയാണ് സത്യം? ഞാൻ എവിടെയാണ് വിശ്വസിക്കേണ്ടത്? ഓക്കെ, ഇനി നല്ല കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. ദേവയാനിക്ക് ഏകദേശമൊക്കെ അനാമികയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. അനാമിക ഒരു ചീത്ത പെണ്ണാണെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ് കേട്ടോ.
എന്തായാലും ഇനി നല്ല കിടിലൻ എപ്പിസോഡാണ്. ദേവയാനി പറഞ്ഞു കൊടുത്തുള്ള പരിചയമല്ലാതെ ദേവയാനിയുടെ അമ്മയ്ക്ക് നയനയെ കുറിച്ച് കാര്യമായിട്ട് ഒന്നും അറിയില്ല. എന്നാൽ ദേവയാനിയുടെ അമ്മ കുറച്ച് ദിവസം അനന്തപുരിയിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് പത്രമാറ്റിലെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അനന്തപുരിയിൽ വന്ന് നിൽക്കുമ്പോൾ നയന ആരാണെന്നുള്ളതും നയനയെ കുറിച്ച് കൃത്യമായിട്ട് ദേവയാനിയുടെ അമ്മ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ മകളെയും മരുമകളെയും അടുപ്പിക്കാനാണ് ദേവയാനിയുടെ അമ്മ നോക്കുന്നത്. അനാമികയെ കുറിച്ചും നവ്യയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ദേവയാനിയുടെ അമ്മയ്ക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡാണ്. അപ്പോൾ ആ എപ്പിസോഡിലായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.